ഇരുമ്പുള്ള മദ്രസ സൗദി അറേബ്യയിലുണ്ട്, ദുബൈയിൽ, ഖത്തറിലുണ്ട്, ആസ്ട്രേലിയയിലുണ്ട്, എല്ലായിടത്തും. ഇന്ത്യ രാഷ്ട്രത്തിന്റെ ഏറ്റവും വലിയ മദ്രസയായിരുന്നു. അജ്മീർ സദസ്സാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഏതായാലും ഭാരത രാഷ്ട്രത്തിലോ ഇന്ത്യ രാഷ്ട്രത്തിലെ ഏറ്റവും വലിയ സദസ് രാഷ്ട്രത്തെ അപേക്ഷിച്ചിട്ട് ലോകത്തെ അപേക്ഷിച്ചിട്ടാണ് അത് അജ്മീർ ഖാന്റെ സദസ്സാണ്. കാരണം പോലെ എല്ലാവർക്കും ഇന്ത്യത്തെ രാജാവായിട്ടുണ്ട്. അപ്പൊ ആ രാജാവുടെ സദസ്സിലാക്കി അത് നേർച്ചയാക്കിയ ഈ വർഷം നോട്ടീസ് ഇതെല്ലാം കാണുന്നു. അജ്മീറിന്റെ നേർച്ച, അജ്മീറിന്റെ നേർച്ച. അപ്പൊ ഞങ്ങൾ ഈ കഴിക്കുന്നത് ഏകദേശം മൂന്നാമത്തെ നേർച്ച. മൂന്നാമത്തെ നേർച്ച ഈ വർഷം ആക്കുന്നത്. ഫസ്റ്റ് വർഷം ചെറിയ പണിക്കൂലി, കഴിഞ്ഞ വർഷം 12 ഈ വർഷം ഫ്രൂട്ട്സും കുടിക്കും ചോറും കറിയും അത് തിന്നിട്ട് വെടിയുണ്ട്. നല്ലൊരു സദസ്സാക്കമുണ്ട്, മാസമുണ്ട്. നല്ലൊരു സദസ്സാക്കമുണ്ട്, മാസമുണ്ട്. അതെല്ലാം കഴിയുന്ന ഇപ്പോൾ നമ്മളുമായി ബന്ധമുള്ള ഭക്ഷണം തരുന്ന സാഹിത്യ എല്ലാം അതുകൊണ്ടാണ് കുട്ടിക്കാണ് ഈ പാടവിടെ പിടിച്ചത്. നമ്മളെ പരിപാടിയിൽ പിടിച്ചു കഴിച്ച് അല്ലാതെ വേറെ പരിപാടിക്ക് പിടിക്കാൻ നമ്മളെ പരിപാടി, നമ്മുടെ ദർശന്റെ വിജയം, നമ്മുടെ വിജയം, നമ്മുടെ അടുത്തേക്ക് വരുന്നവരുടെ പ്രധാനമായുള്ള 2 ആളുകളുടെ നിയമത്തിന്റെ മനസ്സിലുണ്ടായിരുന്നു. അതും അങ്ങനെ എല്ലാം വിജയത്തിലേക്ക് എത്തണം. നമ്മുടെ ദർശന്റെ കാര്യമാണ് ഒരുപാട് വിഷയങ്ങളുണ്ട്. അതൊക്കെ ആയിരിക്കണം, നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. അതൊന്ന് ശ്രദ്ധിക്കണം. ഈ റമദാനിൽ നമ്മുടെ നല്ല ചില്ലറ കടങ്ങളുണ്ട്. ചെറിയ രൂപത്തിൽ 1-2 ലക്ഷം രൂപ കൊടുക്കണം, അത് തീരണം. അതുപോലെ പണികളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടേയിരിക്കുന്നു എന്ന് പറയുന്നു. അല്ലാഹു തആല എല്ലാം റാഹത്താക്കി തരുമാറാകട്ടെ. മറ്റൊരു കാര്യം, ഇതിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് ടൈൽസ് നടത്തുന്ന ആഗ്രഹമുണ്ട്.